പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന 3 കിടിലൻ റൗണ്ടുകളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാവരുടെയും ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഡെഡിക്കേഷൻ റൗണ്ട് ഉണ്ട്, പിന്നെ ഡ്യുവറ്റ് പെർഫോമൻസ് ഉണ്ട്, മെലഡി ഉണ്ട്. അങ്ങനെ 3 റൗണ്ട്സുമായിട്ട് ടോപ്പ് സിംഗറിന്റെ പുതിയൊരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ 3 കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. ഇനി നമ്മുടെ ചെന്നൈ അമ്പത്തൂരിന്ന് ഒരാള് ഡെഡിക്കേഷൻ റൗണ്ടുമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റൈക്ക കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം റൈക്ക ഓൺ സ്റ്റേജ്. പച്ചപ്പാനന്ദത്തെ പുന്നാരപ്പൂമുത്തേ റൈക്ക കുട്ടി, ഹലോ. ചെന്നൈന്നല്ലേ വരണേ? അപ്പൊ നീ വിശേഷം ചോദിക്കാനുണ്ടോ? என்ன விசேஷங்க சென்னையில? சென்னையில நான் பின்னி சேச்சியை பார்த்தேன். பின்னி சேச்சி கூட கிளாஸ் எல்லாம் சொல்லி கொடுத்தா. சரி. சேச்சிட்ட நான் வந்து 2021ல தான் பாட்டுக்கு சேர்ந்தேன். சரி. நான் ஃபர்ஸ்ட் சேர்ந்த அன்னைக்கு என்னோட பாட்டுல எனக்கு நிறைய டிஃபரன்ஸ் தெரிய தொடங்கியது. ஐ திங்க் 4 வருஷமா நான் பின்னி சேச்சிட்ட படிச்சுட்டு இருக்கேன். பின்னி சேச்சிட்ட படிக்கிற ஒரே ஒரு ஆஃப்லைன் ஸ்டூடெண்ட் நான் தான். அதுல எனக்கு ரொம்ப 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 ஹாப்பி. ஆமா. അപ്പൊ ബിന്നി ചേച്ചി വന്ന് എനിക്ക് ഒരു ഗുരു മാത്രമല്ല, എന്നോട് ഇനിയൊരു അമ്മമാരിയാക്കും. എനിക്ക് നല്ലത് കെട്ടത് എല്ലാമേ ചൊല്ലി തരുവാ. ലൈഫിൽ എന്നെ പണ്ണം, ലൈഫിൽ എന്നെ പണ്ണപ്രാത് എല്ലാമേ ചൊല്ലി തരുവാ. ഇത് ബിന്നി ചേച്ചി വാങ്ങി തന്ന ജിമിക്കാക്കും. ഡെഡിക്കേഷൻ ആർക്ക്? ബിന്നി ചേച്ചിക്ക് താൻ. അവർക്ക് താനാ? എന്നോട് ഗുരുജിക്ക് താൻ. ബിന്നിയോட മെസ്സേജ് പാക്കലാമാ? റൈക്ക അവൾ എൻ്റെ ചക്കര കുട്ടിയാണ്, എൻ്റെ പഞ്ചാര കുട്ടിയാണ് റൈക്ക എന്ന് പറയണത്. അവളെ ശരിക്കും പറഞ്ഞ ഒരു തളിർ, ഒരു റോസാപ്പൂ ഒക്കെ പോലെയാണ് ആ കുഞ്ഞ്. എൻ്റെ വീട്ടിൽ വന്ന് പഠിക്കുന്ന ഒരേ ഒരു കുട്ടി എന്ന് പറയണത് ഈ റൈക്കയാണ്. അതൊരു ഭാഗ്യ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ വിളിക്കാറുണ്ട്. കാരണം ഈ പ്രായത്തിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ കർണാടക സംഗീതം പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മ്യൂസിക്കൽ സിസ്റ്റമാണ് ലേണിംഗ് കർണാട്ടിക് മ്യൂസിക് എന്നുള്ളത്. ഒരുപാട് ക്ഷമ വേണം. അപ്പോൾ അതിൽ എൻ്റെ റൈക്ക കുട്ടി, അവള് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. അപ്പൊ റൈക്ക കുട്ടിക്ക് എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും. റൈക്ക കുട്ടി என்ன சொல்றது அவரு? ஆமா, அவர் சொல்றது இது சக்கரை குட்டின்னு. പിന്നെ തളിർ റോസാ പൂവ്, അത് என்னது? அது லைக் பிஞ்சு ரோசா. பிஞ்சு ரோசா, அதுதான் ராய்க்கான்னு சொல்றது அவரு. ஆமா. பினிக்காக டெடிகேட் பண்றது இந்த சாங் இது. വാൽക്കൺ എഴുതിയ മകരനിലാവിൽ മാമ്പൂ മണം ഒഴുകി എല്ലാം തമിഴിലേ വരുത്. ആതിര വിരിയും തളിരൂഞ്ഞാലായി തുളസി കതിരാടി. കൈതപ്രസാദ് സാറല്ലേ? ഓ, കൈതപ്രസാദ് സാറിന്റെ എത്ര ബ്യൂട്ടിഫുൾ ലിറിക്സ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് SP വെങ്കടേഷ് സാർ അല്ലേ? ഈ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് പൈതൃകം അല്ലെ? അത് ജയരാജ് സാറിന്റെ സിനിമയാണ്. ഡയറക്ടർ ജയരാജ് സാറാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇയർ 1993 പാടിയത് KS ചിത്രമ്മയുടെ വേർഷനാക്ക് ഞാൻ പാടുறேன். நான் യേശുദാസ് സാറും പാടിயிருக்கேன். ஓகே ரைட். பியூட்டிஃபுல் சாங் செலக்ட் பண்ணிருக்கேன். Thank you. ரொம்ப அழகா பாடணும். ஓகே ஓகே ഓക്കെ, all the best. Thank you. ആതിരവിരിയും
റൈക്ക, சொல்லுங்க. റൈക്കാവ് പോലെ വേറെ ആരാവത് இருக்கா? தெரியலையே. ഇല്ല, தெரியலையே. இல்லையா? ഒരേ ആൾ தான் இருக்கு. ஆ, அது റൈക്ക தான். ஆமா. റൈക്ക പോലെ ആര് പാട முடியும்? ஆரால பாட முடியும்? റൈക്ക மட்டும்தான். தேங்க்யூ. அதனால தான் சொல்லுது ഇൻഡിവിജ്വാലിറ്റി. നമ്മൾ പാടുമ്പോൾ ഒരു സിഗ്നേച്ചർ ഇരിക്കും അല്ലേ ഓരോ ആളുകൾക്കും. തമിഴ് ശരിയാ? തമിഴ് ശരിதான். ശരിയാ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. തമിഴിൽ മുന്നോട്ട് പോയാൽ ഞാൻ എവിടെ എത്തൂല എന്ന് മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ edit മലയാളത്തിലേക്ക് ചെയ്തത്. മാറിയത്. അപ്പൊ അങ്ങനെ റൈക്കട വോയിസില് അതില് നല്ല രസമുണ്ട്. താങ്ക്യൂ. അതിലൊരു സിഗ്നേച്ചർ ഉണ്ട്. ഇങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പഴയ കാലത്ത് GN ബാലസുബ്രഹ്മണ്യം, GNB, ഗ്രേറ്റ് ലെജൻഡ് ഓഫ് കർണാട്ടിക് മ്യൂസിക്, അദ്ദേഹത്തിന്റെ ഒരു കച്ചേരി കഴിഞ്ഞിട്ട് ഒരു ചിന്ന കുളന്തേ അവർ വന്ന് പോയി അവർക്കിട്ട് കേട്ടത് എന്നെ കേട്ടത്, സാർ ഇത്രയും സ്പീഡിൽ എങ്ങനെ ഈ സ്വരം, ഇത്രയും ഈ ബൃഹ എല്ലാം ഇത്രയും സ്പീഡിൽ എങ്ങനെ എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ 20 years வந்து ஸ்லோவா இந்த சங்கதி எல்லாம் ப்ராக்டிஸ் பண்ணது, அதுதான் இப்போ இந்த ஸ்பீடில் அது பாட முடிஞ்சது அந்த மாதிரி. அப்போ எப்பவும் അതൊരു ഗ്രേറ്റ് എക്സാമ്പിൾ. വി ക്യാൻ ലേൺ ഫ്രം ദോസ് ഗ്രേറ്റ് ലെജൻഡ്സ്. அப்போ வந்து அதுல என்னன்னா നമ്മള് ஸ்லோவா ஃபர்ஸ்ட் பறக்க முடிஞ்சாதா പിന്നെ സ്പീഡിൽ പറக்க முடியும் இல்ல? அப்போ ഓരോ സ്വരം வந்து ஸ்லோவா ப்ராக்டிஸ் பண்ணி அந்த மாதிரி ப்ராக்டிஸ் பண்ணி அந்த மாதிரி தான் ஸ்டேஜில் வர முடியும். இப்ப இது ராகம் கூட அந்த மாதிரி ஆனந்த பைரவி இல்லையா? ஆனந்த பைரவியோட ரொம்ப பியூட்டிஃபுல் பேட்டர்ன்ஸ் இருக்குதுல்ல. அப்ப அது எப்படி பாடணும் அது பின்னி மேடத்துக்கு கிட்ட கொஞ்சம் கேட்டு അത് കറക്റ്റാ தெரிஞ்சு അത് പാടാൻ വേണ്ടും. ഓക്കെ. അപ്പൊ ഡെഡിക്കേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഗുരുവിന് ഡെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ വേറെ ഒന്നുമില്ല, ഗുരു പോലെ വേറെ ആരും ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയും ടീച്ചറും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ആളാണ്, ഗുരു എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ആളാണ്. രണ്ടാണ്. അപ്പൊ ഗുരു ഒരു എംബോഡിമെന്റ് ആണ്, എല്ലാമാണ്, നമുക്ക് എല്ലാമാണ്. നമ്മൾ എന്താണോ അതൊക്കെ ഗുരുവിന്റെ ഒരു കടാക്ഷം കൊണ്ടും ഗുരു നമുക്ക് പറഞ്ഞു തരുന്നതും നമ്മളെ അങ്ങനെ ആക്കി തീർക്കുന്നതിന്റെ അങ്ങനെയാണ്. ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. അപ്പൊ ആനന്ദ ഭൈരവി അങ്ങനെ ഗുരുവിന്റെ സമക്ഷം പോയി അത് പഠിക്കണം ഒന്ന് നന്നായിട്ട്, എന്നിട്ട് വേണം ഈ പാട്ട് പാടാൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതില് കുറേ അധികം കറക്ഷൻസ് ഉണ്ട് ശരിക്കും. ഇപ്പൊ തുടങ്ങിയ നോട്ട് തന്നെ വാൽക്കൺ വാൽ അത് വന്ന് അത് ആനന്ദ പരിയുടെ ഗാതൻ, അതോടെ മാത. വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി, അത് മാതിരി ഒഴുകണം. മണമൊഴുകി സിംഗ് മാമ്പൂ മണമൊഴുകി. ഓക്കെ. അത് അന്ന് മാതിരി അന്ന് രാഗത്തോടെ ചില ഛായകൾ അത് കറക്റ്റായിട്ട് വന്നാലാണ് നല്ലത്. ഒഴുകി അവസാന സംഗതിയില്ലേ, അതെങ്ങനെയാണ്? തുളസി കതിരാടി. അത് കുറച്ചും കൂടെ അത് കറക്റ്റായിട്ട് വരണം. അപ്പൊ അതുപോലെ തന്നെ താനവർണം അങ്ങനെ പാടിയ താനവർണം. അപ്പൊ ഇതുപോലുള്ള പാട്ടുകള് രാഗഛായ കൂടുതലുള്ളത് അത് ശരിക്ക് ബിന്നി ചേച്ചിയെടുത്ത് പോയി ബിന്നി ചേച്ചി എന്നാണ് കൂപ്പിട്ടുള്ളത്. ബിന്നി ചേച്ചി എടുത്ത് പോയി പഠിച്ചിട്ട് ഇവിടെ വന്ന് പാടിയാ സൂപ്പർ ആയിരിക്കും കേട്ടോ. എനിവേ ഇറ്റ് ഈസ് എ ഗുഡ് അറ്റംപ്റ്റ് കേട്ടോ. വെരി നൈസ്. ത്യാഗരാജ സ്വാമിയോட ഒരു பியூட்டிஃபுல் கீர்த்தனம் இருக்கு இந்த ராகத்துல, எனக்கு ரொம்ப பிடிக்கும் அது. ക്ഷീരസാഗര വിഹാര അപരിമിത ഘോരപാതക വിദാര ക്രൂരജനഗണ
വിദൂര നിഗമ സഞ്ചാര സുന്ദര ശരീര. இந்த ராகத்துல ആഹാ. நல்ல பியூட்டிஃபுல். ஆமா. அந்த மாதிரி ரொம்ப காம்போசிஷன்ஸ் எல்லாம் இருக்கு. அப்ப பின்னிக்கிட்ட அதை படிக்கணும். ഓക്കെ. ഹായ് റൈക്കുട്ടി. ഹായ്. റൈക്കുട്ടിയുടെ വോയിസ് നല്ല അട്രാക്റ്റീവ് ആണ് കേട്ടോ. താങ്ക് യു. വെരി അട്രാക്റ്റീവ് ആൻഡ് ബോൾഡ് വോയിസ്. താങ്ക് യു. ഓക്കെ. ചില വരികൾ, അതായത് ആ വാർമുടിയുലയുകയായി നൂപുരമുണരുകയായി, ആ ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പാടി. താങ്ക് യു. ചില അനുപല്ലവിയിലും ചരണത്തിലുമാണ് കുറച്ച് ഇംപെർഫെക്ഷൻസ് വന്നു. ഓക്കെ. പിന്നെ ബ്രെത്ത്ലെസ് ആയി മോള്. അത് വരാതെ നോക്കണം ഓക്കെ. കേട്ടോ. ഈ പ്രായത്തിലൊന്നും അങ്ങനെ ബ്രെത്ത്ലെസ് ആവരുത്. ഓക്കെ. ക്ലീൻ ആയിട്ട് നല്ല നിൽക്കണം സ്വരം. ഓക്കെ. മോളുടെ പേഴ്സണാലിറ്റി, ആ ഒരു പ്ലസന്റ് പേഴ്സണാലിറ്റി, ആ വോയിസ് എല്ലാം നല്ലതാണ്. സോ അതിനനുസരിച്ച് മോളുടെ മറ്റേ സിംഗിങ് റെൻഡിഷൻ കുറച്ചും കൂടി ഒന്ന് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം. ഓക്കെ. ഓക്കെ. പല സ്ഥലത്തും ഡ്രോപ്പ് ആവാതെ സസ്റ്റെയിൻ ചെയ്യണം വോയിസ് ഒക്കെ, ലാസ്റ്റ് ലാൻഡിങ് നോട്ട്സ് ഒക്കെ. അപ്പൊ കുറച്ചും കൂടി ഈ പാട്ടിനൊക്കെ ഒരു അഴക് കിട്ടും. ഓക്കെ. ഈ രാഗത്തിൽ ആനന്ദഭൈരവിയിലെ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സിനിമയിൽ ഉണ്ട്. അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിവോഷണൽ സോങ് ഉണ്ട്, ദേവരാജ് മാസ്റ്റർ ചെയ്ത്. അത് നമുക്ക് മോൾക്ക് വേണ്ടിയിട്ട് പാടാം. ഓക്കെ. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം. ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. ரைக்கா குட்டி, அழகா இருக்கு எனக்கு. நீ தேங்க் யூ. பியூட்டிஃபுல் பேரட் மாதிரி இருக்கு, கிரீன் கலர். அந்த எட்டார் எனக்கு ரொம்ப பிடிச்சிருக்கு. அப்புறம் உன்னோட வாய்ஸ் ரொம்ப கியூட்டா நல்லா இருக்கு அந்த வாய்ஸ். தேங்க் யூ. ஆனா அந்த சாங் நிறைய கரெக்ஷன்ஸ் இருக்கு. அது என்னன்னா கிளாரிட்டி, அந்த கிளாரிட்டி கொஞ்சம் മിസ്സിംഗ് ആയിരിക്കുங்க. ഓക്കെ. എൻറ്റയർ പാട്ടിൽ ആ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പൊ അതിന്റെ കൂടെ വരുന്ന ചെറിയ പിച്ചിന്റെ കറക്ഷൻസ്, ചെറിയ അങ്ങനത്തെ കറക്ഷൻസ്, പിന്നെ സാറ് പറഞ്ഞ പോലെ ആ രാഗം അറിഞ്ഞു കഴിഞ്ഞാലാണ് ഈ പാട്ട് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാനും പാടാനും പറ്റുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ രാഗം ബിന്നി മാമിന്റെ അടുത്ത് നിന്ന് എന്തായാലും പഠിക്കണം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. So today, for dedication to Binni Akka, Raika Gopalakrishnan going to be awarded 96 on 100. Thank you. റൈക്ക കുട്ടി, ഓൾ ദ വെരി ബെസ്റ്റ്. ബിന്നി ആന്റിയുടെ അടുത്ത് ഞങ്ങൾ അന്വേഷണം പറയണം. ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയണം കേട്ടോ. ഓക്കെ, ബൈ. ഇനിയൊരു ഡ്യുവറ്റ് പെർഫോമൻസ് കാണാം. ആര്യ ചേച്ചിക്ക് ഇത് ഒരുപാട് സ്പെഷ്യൽ ആയിരിക്കും. എന്താ കാരണം ആരുടെ ഡ്യുവറ്റാന്ന് അറിയാമോ? ആരുടെയാണ്? കുട്ടൂസ്. മൈ ബോയ് റെഡ്വൽ ആൻഡ് അമൃത കുട്ടി, വെൽക്കം. ഹലോ. ഹലോ. സുഖാണോ? സുഖം. വെള്ളയും വെള്ളൊക്കെ ഇട്ട് മിടുക്കനും മിടുക്കിയായിട്ടുണ്ട്. എന്ത് രസാ കാണാൻ. താങ്ക് യു. കുട്ടൂസിനെയും കാണാൻ രസമുണ്ട് കേട്ടോ. താങ്ക് യു. കണ്ടോ, എന്റെ കുഞ്ഞൂസിന്റെ പാന്റിന്റെ കളറും എന്റെ ഡ്രസ്സിന്റെ കളറും സെയിം ആണ്, ബ്ലാക്ക്. സെയിം പിച്ച്. അതെ, സെയിം പിച്ച്. അപ്പൊ അമൃതക്കുട്ടി, എന്തോ എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ? അടിപൊളിയായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ തമാശകളൊക്കെ ഉണ്ട്. തമാശ ഉണ്ടോ? ഉണ്ടായിരുന്നു. ഞാനില്ലേ ഒരു സ്റ്റെപ്പ് ഒക്കെ ഒന്ന് മോശം സ്റ്റെപ്പായിട്ട് തോന്നി. അപ്പൊ ഒരു തമാശയായി പോയി. ആ സ്റ്റെപ്പ് എന്തായിരുന്നു? അത് പിന്നെ ഒന്നും കൂടെ ഉണ്ട്.
ഏത് പാട്ടിനായിരുന്നു അത്? മെല്ലെ ഒന്ന് പാടി ഓ നിന്നു. അതിന് അതിനിങ്ങനെ കാണാൻ പത് അല്ലേ? ഇന്ന് കാണാം നമുക്ക് ആ കൊറിയോഗ്രാഫി ഇന്നൊക്കെ നമുക്ക് കൊറേ കാണാം അല്ലേ? കൊറേ കാണാം. കൊറേ ഇട്ട് കാണാം. ഞങ്ങള് വെയിറ്റ് ചെയ്യുവാ. എന്നാ വേഗം തുടങ്ങാം അല്ലേ? വേഗം തുടങ്ങാം നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുട്ടിച്ചാത്തനായിട്ടൊക്കെ മധുരമഴ പെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇതിന് നമുക്ക് നോക്കാം. ഇപ്രാവശ്യം നോക്കാം. ഇപ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്യാം മധുരമഴ പെയ്യോന്ന്. അതെല്ലാം നോക്കിയാ. അപ്പൊ പ്രാക്ടീസ് ചെയ്തില്ലേ? പ്രാക്ടീസ് ചെയ്ത് അപ്പൊ സൂപ്പർ ആയിട്ട് വരുമ്പോ തന്നെ പല്ലവി അനുപല്ലവി ഒക്കെ പാടിയോ പാടിക്കൊണ്ട് വരികയായിരുന്നല്ലേ? പ്രാക്ടീസ് ചെയ്തു. അപ്പൊ നമുക്ക് വഴി ചോദിച്ചു പോവാം. ഓക്കെ, പോകാം. പാട്ടിലേക്ക് കടക്കാം. ഡീറ്റെയിൽസ്. സിനിമ മനസ്സിനക്കരെ, വർഷം 2003, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, മ്യൂസിക് ഇളയരാജ സാറ്, പാടിയത് യേശുദാസ് സാറും ജോത്സ്ന മാമും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ പാട്ട് പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് അമൃതക്കുട്ടി കുഞ്ഞൂസായോ? ഫ്രണ്ടായിട്ട്. ഓക്കെ ഓക്കെ. ചിഞ്ചൂസ് ലെവലിൽ എത്തിയില്ല. അതെ, ഇല്ല എത്തി, അത്രയ്ക്കങ്ങ് ആയില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് രണ്ടുപേരും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ലോണം പാടണേ രണ്ടുപേരും. മെല്ലെയൊന്നു പാടി നിന്നെ ഞാൻ ഉണർത്തിയോ മലേ. മെല്ലെയൊന്നു പാടി നിന്നെ ഞാൻ ഉണർത്തിയോ മലേ.
രണ്ടുപേരും കൂടെ അടിച്ച് പൊളിച്ചേട്ടാ. താങ്ക് യു സർ. ആഹാ, ഒരു സിനിമ കണ്ട പോലെ ഉണ്ട്. ഇത് കണ്ടില്ലേ, റൊമാൻറ്റിക് ഹീറോ കണ്ടില്ലേ? ആ ഓമലയെന്നൊക്കെ പാടിപ്പോ എങ്ങനെയാ ഓമലയെന്ന് പാടിയത്? അങ്ങോട്ട് പാടിയില്ലേ നോക്കിയിട്ട്? അമൃതക്കുട്ടി നോക്കി പാടിയില്ലേ? അതെങ്ങനെയായിരുന്നേ? ഞാൻ ഉണർത്തിയോ മലേ, ഉണർത്തിയോ മലേ. ഓ, എനിക്ക് റൊമാൻറ്റിക് ഹീറോ. അമൃതക്കുട്ടി എന്തോ നന്നായിരുന്നേ. താങ്ക് യു സർ. അങ്ങോട്ടൊക്കെ നോക്കി പാടിയില്ലേ? രണ്ടുപേരും കൂടെ ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്ത് പാടി. അത് ആങ്കിള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സർ. ആദ്യത്തെ പല്ലവിയില് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് പാടാമായിരുന്നു എനിക്ക് തോന്നുന്നു. അമൃതക്കുട്ടിക്ക് താരി താരി ഇല്ലേ, അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് പാടി കേൾപ്പിക്കാമോ? ആ. കണ്ണിലുള്ള കനവൂതാതെ നിൻ ചുണ്ടിലുള്ള ചിരിമായാതെ പാതി പെയ്ത മഴ കാണാതെ വെൺ പാരിജാത മലരറിയാതെ. നമ്മൾ ഹസ്കി ആയിട്ട് പാടുന്ന പറയൂലേ, അത് സോഫ്റ്റർ അങ്ങനെ പാടണം കേട്ടോ. ആ ലൈൻസ് അങ്ങനെ പാടിയാലാണ് ഏറ്റവും നന്നാവുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരിടമുണ്ടേ. പതുങ്ങി വന്നെന്നെ മെല്ലെ മടിയിൽ വച്ചു. ഋജുല, ഇതെങ്ങനെയാണ് ഇങ്ങനെ പാടണേ? അയ്യോ, ഒന്ന് പാടിക്കപ്പിച്ച്. പതുങ്ങി വന്നെന്നെ മെല്ലെ മടിയിൽ വച്ചു. ആഹാ, എന്തൊരു എക്സ്പ്രഷനാണ്. റൊമാൻറ്റിക് ഹീറോ അവിടെ കലക്കി. താങ്ക് യു. അപ്പൊ അതിന്റെ ആൻസർ ഉണ്ടല്ലോ അമൃതയുടെ, അത് സൂപ്പർ ആയിരുന്നു. താങ്ക് യു. പരിഭവം കൊണ്ട് കാതിൽ കാതിൽ പറഞ്ഞു. കഥ പറഞ്ഞു. ആ, അതെങ്ങനെ? പരിഭവം കൊണ്ടെൻ കാതിൽ കഥ പറഞ്ഞു. ആഹാ, ആ, അത് അവിടെയാണ് ആ ഡ്യുവറ്റ് ശരിക്കും വർക്കൗട്ട് ആയത്. അത് രണ്ടുപേരും കൂടെ മനസ്സിലായില്ലേ? അങ്ങനെ ആയിരുന്നല്ലേ? അങ്ങനെയാണ് ഉദ്ദേശിച്ചല്ലേ? ഋജുല, നീ ഭയങ്കരനാണല്ലോ ഇവിടെ. അമൃതക്കുട്ടി എന്തോ അത് സൂപ്പർ ആയിരുന്നേ. താങ്ക് യു സർ. പിന്നെ ഏറ്റവും ആദ്യം തുടങ്ങിയില്ലേ, ഓഹോ, അത് ഇവിടെ പാടി അവിടെ പാടി പിന്നെ ഇവിടെ പാടി അവിടെ പാടി. അത് എനിക്ക് പെരുത്തിഷ്ടായി കേട്ടാ. അതൊന്നുകൂടെ പാടി കേൾപ്പിക്കുക, രസമായിരുന്നു. അതുകൊണ്ട് കേൾക്കാൻ. അങ്ങനെ വിട്ടു. എന്നിട്ട് അങ്ങോട്ട് നോക്കുകയാണ്, അടുത്ത ഓർക്കസ്ട്ര തുടങ്ങട്ടെ, പിന്നെ മെല്ലെ ഒന്ന് പാടാൻ വേണ്ടിയിട്ട് അല്ലേ? സൂപ്പർ ആയിരുന്നല്ലേ, ഒരു രക്ഷയില്ല രണ്ടും കൂടെ. താങ്ക് യു സർ. അമൃതക്കുട്ടി എന്തോ റിജ്വൽ കുട്ടി എന്തോ കുട്ടൂസേ, എന്ത് രസത്തിലാടാ പാടുന്നേ. താങ്ക് യു. താങ്ക് യു. ഭയങ്കര ഫീൽ. താങ്ക് യു. താങ്ക് യു. മെല്ലെയൊന്നു മെല്ലെയൊന്നു. അയ്യോ, എന്ത് രസമായിരുന്നു എന്നറിയോ? അത് നമ്മള് താനനാനന്ന് ഇങ്ങനെ പോയതാ. ആ, അത് തന്നെ. അതെവിടെയായിരുന്നു അത്? ഒന്നുകൂടെ കാണിച്ചു തരുമോ എനിക്ക്? താനനാനന താനനാനന. അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ ഒരു ഭയങ്കര ഫണ്ണായിരുന്നു. അതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരും എനിക്ക് അവിടുന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ലായിരുന്നു. താങ്ക് യു. ബ്യൂട്ടിഫുൾ പെർഫോമൻസ്, നല്ല സിങ്ക്, നല്ല രസമുള്ള കോസ്റ്റ്യൂം, പേടിയൊക്കെ മാറി വരിയൊക്കെ പഠിച്ച് പാട്ടൊക്കെ അടിപൊളിയായി കിടുവായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. രണ്ടുപേരും റിജുവൽ ആൻഡ് അമൃതക്കുട്ടി, എന്തോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. ഇത് ശരിക്കും ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിരുന്നു ഈ ഒരു സോങ്. ഫുൾ എന്റർടൈൻമെന്റ്. അവർക്ക് പാട്ട് വളരെ ഷുവറാണ്, പിന്നെ ലിറിക്സ് എല്ലാം ബൈ ഹാർട്ടാണ്. ലെറ്റ്സ് എൻജോയ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ശരിക്കും കോംപ്ലിമെന്റ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നു അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്ത് പാടും? നമ്മൾ രണ്ടുപേരും കൂടെ നിങ്ങൾ ഡിസൈഡ് ചെയ്തതാ? ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. താങ്ക് യു. വളരെ നമുക്ക് ശരിക്കും ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കി ഇവിടെ. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. നല്ല ആർട്ടിസ്റ്റ് ആണ് രണ്ടുപേരും, ഫിയർലെസ് ആണ്. അമൃതയുടെ വോയിസിന് നല്ല ത്രോ ആണ്. അതേപോലെ മോന് റിജുവലിന്റെ വോയിസ് ഫിയർലെസ് ആയതുകൊണ്ട് ഇറ്റ് ജസ്റ്റ് കംസ്, ഒരു വളരെ ഷുവർ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. താങ്ക് യു. അപ്പൊ അത് നല്ല രസമാണ് കേൾക്കാൻ. എവിടെയും ഒരു സംശയമില്ല. നല്ല റൊമാൻറ്റിക് പെയർ, അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. ഗംഭീരമായി. താങ്ക് യു. ഗുഡ് ലക്ക്. താങ്ക് യു. റിജുല, എന്തോ അമൃതക്കുട്ടി, എന്തോ 100 നമ്മളെല്ലാവരും നോക്കുന്നത് എവിടെയാ? 100-ലോട്ടാണ്, മധുര മഴയിലോട്ടാണ് അല്ലേ? അതെപ്പോ കിട്ടും, എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. ചില സമയം കിട്ടും, ചില സമയം കിട്ടൂല. പക്ഷെ ആ 100-നേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് അറിയാമോ? നമ്മൾ ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അത് രണ്ടുപേരും ആ ഇംപ്രൂവ്മെന്റിന്റെ ഒരു മധുര മഴയുണ്ട്. അത് സൂപ്പറാണ്. താങ്ക് യു സർ. ഓക്കെ,
അപ്പൊ 100 എപ്പോഴെങ്കിലും കിട്ടും, ഷുവറായിട്ട് കിട്ടും. കാരണം രണ്ടുപേരും അങ്ങനത്തെ ടാലന്റ് ആണ് കേട്ടോ. അപ്പൊ ഇപ്പോ റിജ്വലിനും അമൃത കുട്ടിക്കും കൂടെ ഉള്ള മാർക്ക് രണ്ടുപേർക്കും ഒരേ മാർക്കാണ്. ദാറ്റ് ഇസ് ഗോയിങ് ടു ബി 97.5 on 100. രണ്ടുപേരും ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ, അപ്പൊ വരുന്ന അടുത്ത എപ്പിസോഡുകളിലൊക്കെ നമുക്ക് 100 വാങ്ങണം അല്ലേ? 100 വാങ്ങണം. വാങ്ങണം, എന്നിട്ട് നമുക്ക് മധുരമഴ പെയ്പ്പിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. All the best. ബൈ ബൈ. MJ അങ്കിളെ, ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ വലിയ ആളെയാണ്. അങ്ങനെ പറയാൻ കാരണം ഇവിടെ വരാൻ പോകുന്ന ആളെ ഇപ്പൊ നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ ആയിട്ടാണ് ടോപ്പ് സിംഗറിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ അതിനെ മുന്നേ തന്നെ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് പരിചിതമായിട്ടുള്ള ഒരു മുഖവും ശബ്ദവും ഒക്കെയാണ് വരാൻ പോകുന്നത്. കുറേ പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കുട്ടികളുടെ ആർജയായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ കുട്ടി താരമാണ്. അത് മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു കുട്ടി താരമാണ് എത്താൻ പോകുന്നത്. നമ്മുടെ ലിറ്റിൽ ഏഞ്ചലാണ് ടോപ്പ് സിംഗർ സീസൺ 6 കോട്ടയം കുറുവിലങ്ങാട് നടത്തുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ടെസക്കുട്ടി. ലെറ്റ്സ് വെൽക്കം ടെസ ഓൺ സ്റ്റേജ്. ഹായ് ടെസക്കുട്ടി, സുഖാണോ? സുഖാ. ഈ മുടി ആരാ കെട്ടിത്തന്നേ? മുടി അമ്മ കെട്ടി അമ്മ എനിക്കും കെട്ടിത്തരാമോ കുറേ മുടി പണിയുണ്ട്. ഇതുപോലെ? നോക്ക്, കാണിക്കോ? നോക്കട്ടെ. ചുന്ദരീസ് ആണല്ലോ. സുന്ദരിയാണല്ലോ. സുന്ദരിയാണല്ലോ. താങ്ക് യു. ഭയങ്കര ഇൻട്രൊഡക്ഷൻ ആണല്ലോ കിട്ടിയത്. എന്തൊക്കെയാണ് കുഞ്ഞിനെ പറ്റി പറയാനുള്ളത്? സിനിമ ഏതൊക്കെയാ ചെയ്തത്? സിനിമ ഹാപ്പി മാരീഡ് ലൈഫ്, ആ. പിന്നെ റിട്രോയിഡ്. സൂര്യ ഉണ്ടായിരുന്നു റിട്രോയില്. ആരുണ്ടായിരുന്നു? സൂര്യ. അതാര് സൂര്യ? സൂര്യ നടനെ അറിയല്ലേ? അതേത് നാടാൻ? അറിയത്തില്ലേ? ഇല്ല, അറിയത്തില്ല. ഇല്ല. അപ്പൊ ജയറാമിനെ അറിയാവോ? അങ്ങനെ ഒരാളുണ്ടോ? ഒന്നും അറിയത്തില്ലേ? ഒന്നും അറിയത്തില്ല. സോറി, ഐ എം ദ സോറി. ഇതൊക്കെ പോയി പഠിക്കണം കേട്ടോ. പഠിക്കാമേ. എന്നിട്ട് ബാക്കി സിനിമ അത് കഴിഞ്ഞിട്ട് ഹാപ്പി മാരീഡ് ലൈഫ്, അത് അപർണ ചേച്ചിയുടെ കുട്ടിക്കാലം. ധ്യാൻ ചേട്ടനുണ്ട്. ഏതാ പറഞ്ഞ ചേച്ചി? കരാട്ട കിഡ് ആയിട്ടായിരുന്നു. അവള് ഒന്നും അറിയില്ല. 2ാം ക്ലാസ്സിൽ പോയി പഠിക്കണം. അപ്പൊ ഇവിടെ ഏത് ക്ലാസ്സിലാ? 2. ആ ക്ലാസ്സിൽ തന്നെ ഞാൻ വന്ന് പഠിക്കാം. ഓക്കെ ആണോ? നാളെ തന്നെ പോയിക്കോളും. എന്നെ ആ ബെഞ്ചിൽ കൂടെ ഇരുത്തൂ. ആ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ കറക്റ്റ് വരട്ടെ. ആ സ്കൂളിൽ തന്നെ വന്നാ മതി. അവിടെ തന്നെ സ്കൂളിൽ വന്ന് ചാവറ ഹിൽസ്. ചവറ ഹിൽസ് ചാവറ ഹിൽസ് തന്നെ വരണല്ലേ? ആ, ആ. പക്ഷെ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ? ചെലപ്പോ കിറ്റ് വായിക്കും. ഒന്ന് പറയോ? എനിക്ക് റെക്കമെൻഡ് ചെയ്താ മതി. ടെസക്കുട്ടി പറഞ്ഞാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. ചെലപ്പോ കിറ്റ് വായിക്കും. ഇനിയിപ്പോ ബാക്കി സിനിമ പിന്നെ ഒരു പോക്കൻ ഗുരുവായൂരമ്പല നാടകയിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. ആണോ? അതിൽ ഏതാണ്? ഞാൻ കണ്ട സിനിമയാണല്ലോ. ഒരാളുടെ ഫാമിലി ആയിട്ട്. ഒരാളുടെ ഫാമിലി ആയിട്ട്. ഒരാളുടെ ഫാമിലി ഒരാളുടെ ആയിട്ടാണ്. family. പിന്നെ ഏത് ചേട്ടനാന്ന് മനസ്സിലായിട്ടില്ല. അതേത് ചേട്ടനാ നമുക്ക് റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായിട്ടില്ല അതെ. ഇപ്പോഴും. അപ്പൊ ടെസക്കുട്ടി ആദ്യം പോയി 1ാം ക്ലാസ് പഠിക്കും. ഇല്ല, അത് 3ാം ക്ലാസ്സിലെ സിലബസ് ആണ്. ഇതൊക്കെ പഠിക്കേണ്ടത് 2ാം ക്ലാസ്സിലാ. എന്നിട്ട് ബാക്കി സിനിമ ഒരന്വേഷണത്തിന്റെ തുടക്കം. ഒരു അന്വേഷണത്തിന് തുടക്കം അല്ലേ? ആ സിനിമ നിഷാദിലെ ഡയറക്ട് ചെയ്യുന്നത്. ആ സിനിമയില് അതിനകത്ത് അമ്മയുണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു അല്ലേ? ഡെന്റിസ്റ്റ് ആയിട്ട്. ആ സിനിമയിലെ അങ്കിളാണ് മ്യൂസിക് ചെയ്തത്. ഓ, അങ്ങനെ ഒരു കണക്ഷനും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സീരിയ മൂകാംബിക എന്ന് പറയുന്നുണ്ട്. അതിലാരായിരുന്നു? മൂകാംബിക ആയിട്ടാ? അത് ഒരാളുടെ ചെറുപ്പക്കാലമായിട്ട്. അനീനുണ്ട്. അനീനോ അഭിനയിക്കൂ? ആ. അപ്പൊ കുടുംബമായിട്ട് അഭിനയിക്കും. ഫാമിലി പാക്കേജ്. കുടുംബസമേതാണ്. എത്ര പരസ്യങ്ങൾ അഭിനയിച്ചു? 30 ഒക്കെ. 30 ഒക്കെ എന്തെങ്കിലും ഉണ്ടാവും. 35 ads. കുട്ടി എത്ര വയസ്സായി? എനിക്ക് 7 വയസ്സ്. ഓ, ഓ, വലിയ വയസ്സാ. അതെ. സിനിമ, വർഷം. ഞാൻ അഡ്വർടൈസ്മെന്റ്, അമ്മൂമ്മയായി. അയ്യോ, അമ്മൂമ്മയോ? അമ്മൂമ്മയായി. 7 വയസ്സ്. പല്ലൊക്കെ പറിക്കാറേ അമ്മൂമ്മയായി. എങ്ങനെ അമ്മൂമ്മ അങ്ങനെ ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ? അയ്യപ്പൻ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാ പിള്ളേരും മുങ്ങിയെടുത്തു, തട്ടാ പിള്ളേരും തട്ടിയെടുത്തു. ഇതെങ്ങനെ തല കുലുക്കുന്നത്? അമ്മമാര് മൊത്തം ഇങ്ങനെ തല കുലുക്കിക്കൊണ്ടിരിക്കുവോ? ചെല്ലൂരൊക്കെ ഇങ്ങനെ വടി കുത്തിട്ട് വേറെ അതെങ്ങനെ നടക്കുന്ന? എങ്ങനെ ഇങ്ങനെ. അതെ. സംഭവമാണ് ശരിക്കും. ഒരു ഓൾറൗണ്ടർ അല്ലേ? ഉണ്ണിച്ചേട്ടനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? 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 ഇപ്പഴാ കണ്ട്. ഉണ്ണിച്ചേട്ടന്റെ പാട്ട് ഞാൻ കേട്ടായിരുന്നു. ഏതാണ്? ഏത് പാട്ട്?
തിരുവാവണിരാവെന്ന് ആഹാ സന്തോഷം. ഞാനൊരു 2 ലൈൻ പാടട്ടെ. പാടൂ പിന്നെന്താ. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. വെരി ഗുഡ്. ആ പാട്ട് കൊള്ളാവോ? ഇഷ്ടമാണോ ആ പാട്ട്? എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോ ആ പാട്ടേ ഓണത്തില് കാണുള്ളൂ. ഓണത്തിൽ കാണുള്ളൂ. റാംബോക്കൊക്കെ ചെയ്യുമ്പോ ആ പാട്ടാ ഓണത്തില് എപ്പോഴും ഇടുന്നത്. റാംബോ ഒക്കെ ചെയ്യാറുണ്ടോ? എപ്പോഴും ചെയ്യാറുണ്ടോ? അതെങ്ങനെ ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാമോ? സൂപ്പർ. ഇതൊരു സൂപ്പർ ഗേൾ ആണ് അല്ലേ? വെൽ പ്ലാൻഡ് അവള്. അത് മീനുട്ടി എന്തോ കൂട്ടിക്കോ, രണ്ടുപേരും കൂടെ ഒന്നിച്ചാണോ? അതെ, നല്ല ചേർച്ചയാണ്. പട്ടുപാവാടയും അത് കോൺട്രാസ്റ്റ് ആണ്. അതെ അതെ, അങ്ങനെ പറയാം. പോരട്ടെ, പോരട്ടെ. ബാ. അപ്പൊ ഞാൻ ഈ സൈഡിൽ നിന്ന് വരണോ? ചേച്ചി ആ സൈഡ് ഒന്ന് വന്നോ. ആ ശരി. വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റ്. ഇങ്ങനെ പിടിക്കണം. ആ, ഇവിടെ ക്ലാസ് ഉണ്ട് റാംബോക്കിന് മുന്നേ. ചേച്ചി കൈ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് പിന്നെന്താ ചെയ്യണം? അങ്ങനെ ക്രോസ് ആയിട്ട് നടക്കണം. ഓക്കെ ഓക്കെ, അത് കാണില്ല, എത്ര നീളമില്ലേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകിനഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകിനഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുഴും കുളിരും കുളിരേ. മണിമണി മേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും. കിളിയേ കിളിയേ. മീനുട്ടി കൊള്ളായിരുന്നാ? രസാ? ഇപ്പൊ കൂടെ മീനൂട്ടി ചേച്ചി എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ റാംബോക്കും അഭിനയം പഠിപ്പിക്കാം. രണ്ടും പഠിപ്പിക്കാം. ഈ അഭിനയം എങ്ങനെ പഠിപ്പിക്കുന്നത്? അഭിനയ എന്നെ പഠിപ്പിച്ചു തരാമോ? ആ, MJ ഞങ്ങളുടെ സ്റ്റുഡന്റ് ആക്കാം നമുക്ക്. സ്റ്റുഡന്റ് ആവട്ടെ. ആദ്യം എന്താ പഠിപ്പിക്കണേ? ആദ്യം ഞങ്ങള് പൊട്ടിച്ചിരിക്കാൻ പഠിക്കണം. പൊട്ടിച്ചിരിക്കാം. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ? ഇമോഷണൽ ഫീലിലോട്ട്. എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ പൊട്ടിച്ചിരിക്കാൻ? അതാ basic. അതിപ്പോ അകത്തൊരു സൗണ്ട് എടുത്തിട്ട് പൊട്ടിച്ചിരിക്കണം. അകത്തുനിന്ന് സൗണ്ട് sound എടുക്കണം. എടുക്കൂ. ആ ചിരിച്ചിട്ട് എന്നിട്ട് പൊട്ടിച്ചിരിക്കേ. അതെങ്ങനെയാ? ആ, ചിരിക്ക്. ഒന്ന് കാണിച്ചു പൊട്ടിയായിട്ട് ചിരിക്കുന്ന പോലെ. അതായത് ഒരു പൊട്ടിയായിട്ട് ചിരിക്കുന്നത് പോലെ. ഇപ്പൊ ഇതുപോലെ ചേച്ചി ഇതുപോലെ കാണിക്കുന്ന ഇതുപോലെ പോലെ. അകത്തുനിന്ന് സൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ? ചിരിക്കാൻ. ഒന്ന് ചിരിച്ചു കാണിക്കോ? കറക്റ്റ്. കറക്റ്റ് ആണ്. പക്ഷെ അതാണ് അത് പൊട്ടിച്ചത്. ആണുങ്ങളുടെ വോയിസും കൂടെ കൊണ്ടുവരണം. ഇപ്പൊ ആരുടെ വോയിസാ വന്നത്? ഇപ്പൊ വന്നു. അല്ല, ഇപ്പൊ ആരുടെ വോയിസാ വന്നത്? പിന്നെ ഇപ്പൊ പെണ്ണുങ്ങളുടെ വോയിസാ വന്നേ. അപ്പൊ ഇങ്ങനെ വേണല്ലേ? പെണ്ണുങ്ങളുടെ voice ആ. ഇങ്ങനെ ഇങ്ങനെ. ആരാണോ അത് ചെയ്യുന്നത്, അത് ഫീമെയിൽ ആണോ മെയിൽ ആണോ, അവരുടെ വോയിസ് അപ്പൊ കൊണ്ടുവരണം. ഇങ്ങനെ ആക്കിയിട്ട് ഹി 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 അങ്ങനെയല്ലേ? ഇത് പെണ്ണിന്റെ വോയിസാ. ഇത് പെണ്ണിന്റെ voice. അപ്പൊ ആ. ഹി 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 ഇതും പെണ്ണിന്റെയാ. ആണോ? എനിക്കിപ്പോ പെണ്ണിന്റെ വോയിസ് ആയി പോയോ? ഗാംഭീര്യം വരട്ടെ. ഗംഭീരം. ഹി 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 ഹി. രാജാവിനെ അത് ശരിക്കായിട്ട് തോന്നില്ല. അങ്ങനെ. ആ ഇത് കറക്റ്റ്. ഇതാണ് ആണിന്റെ വോയിസ്. ഇനി അടുത്ത ക്ലാസ്. അടുത്ത ക്ലാസ് കരയുന്നതായിട്ട് എന്തെങ്കിലും കരയുന്നത് പോലെ ആലോചിക്കണം. എന്തിനെ പറ്റി ആലോചിക്കണം? ആരെങ്കിലും മരിച്ചതോ അങ്ങനെ ആയിട്ട്. ആരെങ്കിലും മരിച്ചതോ? എന്തുവാണോ കരയുമ്പോ വരുന്നത് അങ്ങനെ കാണിക്കണം. അതെങ്ങനെയാ? ആരെങ്കിലും അടി തരുമ്പോഴൊക്കെ. ആര് ചേച്ചി അടി രസം കൂടി ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഞാൻ ഇവിടെ അടി കൊടുക്കാൻ റെഡിയാണ്. അപ്പൊ ഒന്ന് കാണിച്ചു തരുമോ? കിട്ടിയ ചാൻസ് ആണ്. അങ്ങനെ കരയും. നല്ലൊരു സ്റ്റുഡന്റ്. അങ്ങനെയാണോ? ഇപ്പൊ ചിരിച്ചാ ചെയ്തേ. സോറി, ഇപ്പൊ സങ്കടപ്പെടണം. ലിപ്പൊക്കെ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇങ്ങനെ ആക്കി. എന്നിട്ട് അങ്ങനെ കരയണം.
കറക്റ്റ് കറക്റ്റ് ഇനി ഒച്ചുണ്ടാക്കൂ. എന്നിട്ട് ഒച്ചുണ്ടാക്ക്. എങ്ങനെയാ കരയുന്ന ഒച്ചുണ്ടാക്ക്. ഇനി അടുത്തത് ദേഷ്യം. ദേഷ്യം അത് ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് ചീത്ത വർത്താനം പറഞ്ഞു തിരിച്ച് ദേഷ്യത്തിൽ കാണിക്കുന്നാട്ട്. അത് വയറിൽ സൗണ്ട് ഉണ്ടാക്കുന്ന പോലെ. വയറിലോ? ഇപ്പൊ ഉണ്ടാക്കുന്ന വയറിൽ സൗണ്ട് അവക്കത് ഉണ്ടാക്കുന്ന ഏമ്പക്കം വിടുന്ന പോലെ തോന്നുന്നു. അതാ പറയണേ. അപ്പൊ എങ്ങനെയാണ് ദേഷ്യം വരേണ്ടത്? പല്ല് കടിക്കണം. ഡീറ്റെയിൽസ്. ക്യാപ്റ്റൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ, എനിക്ക് ശരിയാവുന്നില്ല. പല്ല് കടിക്കാൻ ചിരിയുള്ളത് ആക്കാൻ പറ്റത്തില്ല. പറ്റില്ല. അയ്യോ സ്ട്രിക്റ്റ് ആയിട്ടോ. ഇനി അടുത്ത ഉണ്ണിയങ്കളാ നോക്കി. ഇനി അടുത്തത് ഉണ്ണിയങ്കള്. ഉണ്ണിയങ്കള് ദാദാ വെക്കുന്നുണ്ട് ഉണ്ണിയങ്കള്. ഇത് കറക്റ്റ്. പെർഫെക്റ്റ്. ഇനി അടുത്ത ക്ലാസ്സിൽ കുറെ കൂടെ പഠിപ്പിച്ചു തരണേ കേട്ടോ. ഇപ്പൊ ഏതാണ് പാട്ട്? പച്ചക്കറിക്കായ തട്ടിൽ മുത്തശ്ശി പൊട്ടറ്റോ. ചൊല്ലി. ഇവിടെ മുത്തശ്ശി വന്നിട്ടില്ലേ? അവിടെ ഇരിക്കുന്നു മുത്തശ്ശി. ആണോ? മുത്തശ്ശിയുടെ പേരെന്താ? മുത്തശ്ശിയുടെ പേര് പൊട്ടറ്റോ എന്നാണോ? പൊട്ടറ്റോ. അങ്ങനെയാണെന്ന്. ഞാൻ അമ്മൂമ്മനെ വിളിക്കും. പൊട്ടറ്റോയുടെ അർത്ഥം എന്താ? ഒരു വെജിറ്റബിൾ പൊട്ടറ്റോ. ആണോ? കഴിക്കാറുണ്ടോ? ആ. ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ്? അത്ര ഇഷ്ടല്ല അല്ലേ? അധികം നോൺ വെജ് ഞാൻ കഴിക്കാറില്ല. കാരണം അത് പൊട്ടറ്റോ തന്നെയാണ്, പക്ഷെ അവരെന്തെങ്കിലും കെമിക്കൽ പൊടിയായിട്ട് ചേർക്കും. നോൺ വെജ് അല്ല, ജങ്ക് ഫുഡ്. അതൊന്നും കഴിക്കാൻ പാടില്ല. നോ 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 നോ. അപ്പൊ പച്ചക്കറി കായ തട്ടിൽ അല്ലെ? അതിന്റെ ഡീറ്റെയിൽസ് പറയാമോ? മ്യൂസിക് ഡയറക്ടർ എസ് ബാലകൃഷ്ണൻ സാറ്, ലിറിക് വിച്ചു തിരുമല സാറ്, പാടിയത് MG ശ്രീകുമാർ സാറ്, സിനിമ കിലുക്കാമ്പട്ടി. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഇതിനകത്ത് ജയറാമേട്ടൻ ഉണ്ടല്ലോ. ജയറാമേട്ടന്റെ കൂടെ ഞാൻ ഒരെണ്ണം സിനിമ പിന്നെ ഒരെണ്ണം പരസ്യം അഭിനയിച്ചിട്ടുണ്ട്. അത് സിനിമ റിട്രോ. അത് കഴിഞ്ഞിട്ട് രാംരാജിന്റെ കോട്ടൺ മുണ്ടുകൾ, ഷർട്ടുകൾ. ഇപ്പൊ പറഞ്ഞില്ലേ ജയറാം എന്ന് പറഞ്ഞില്ലേ? എനിക്ക് പരിചയമില്ല കേട്ടോ. എനിക്ക് പരിചയപ്പെടുത്തി തന്നെ. വടി. അയ്യോ പ്ലീസ് 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 എന്നെ പരിചയപ്പെടുത്തി. ഇല്ല മറന്നു. ജയറാം ഒരു നടനാ. നടൻ. ജയറാം ഒരു നടനാണ്. ജയറാം ഒരു നടനാണ്. ഓക്കെ. മലയാളിയാണോ തമിഴിനാണോ ആസാമീസ് ആണോ? മലയാളമാണോ? ഞാൻ ജയറാമേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പാട്ട് ജയറാമേട്ടന് ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടുന്ന്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ചു തരുമോ? എന്നെ പരിചയപ്പെടുത്തി തരുമോ? ജയറാമേട്ടന്റെ മാനേജറിനോട് പറഞ്ഞു. അന്ന് മാനേജർ ജയറാമേട്ടനോട് പറയും. അപ്പൊ മാനേജറെ വിളിച്ച് എന്നെ പരിചയപ്പെടുത്തുവോ? എങ്ങനെയെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തൂ. മാനേജറിന്റെ നമ്പർ അമ്മയുടെ കയ്യില്ല. അമ്മയുടെ കയ്യിൽ അമ്മയടുത്ത് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തുവോ? അതൊക്കെ ഈ പാട്ട് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്തണം. അമ്മയെങ്ങാനും ദേഷ്യപ്പെട്ട എന്നോടൊന്നും കുറ്റം പറഞ്ഞേക്കല്ലേ കേട്ടാ. ഇപ്പൊ പഠിക്കോ? സന്തോഷായില്ലേ? വളരെ സന്തോഷമായി. സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. ഡൺ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചാഞ്ചാടോ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചാഞ്ചാടോ. വെള്ളരി പിഞ്ച് പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളിയും പപ്പാളിയും അച്ചിങ്ങ മുച്ചിങ്ങ പിച്ചിങ്ങയോടൊപ്പം പിച്ച നടന്നു ചൊല്ലി.
ദേവാ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോട് ഓടോടെ ഓടോടെ അയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളേരും മുങ്ങിയെടുത്തു തട്ടാ പിള്ളേരും തട്ടിയെടുത്തു. കുമ്പാളി മാമുണ്ടു ചായുറങ്ങൂ. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചായുറങ്ങൂ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് നമ്മുടെ തക്കാളിയല്ലേ? തക്കാളി എന്ന് പേരിട്ടെ. എന്റെ പേരാ? എന്റെ പേര് വേണേ പേരക്കാന്ന് പേരിട്ടാ. പേരക്ക. അപ്പൊ ഇത് പേരക്ക കുട്ടിയാണ് നമ്മുടെ. ഓക്കെ. പക്ഷെ പാടുമ്പത്തേക്കും അച്ചിങ്ങ പോലെ ഉണ്ട് മുഖം. അച്ചിങ്ങ മുച്ചിങ്ങ പിച്ചിങ്ങ ഓടപ്പ പിഞ്ചെന്നാണ്. അതാരാ അങ്ങനെ പറഞ്ഞേ? പൊട്ടല്ലേ? പൊട്ടറ്റോ അല്ല, ഞാനാ പറഞ്ഞേ. അപ്പൊ എന്റെ പേര് എം ജയചന്ദ്രന്റെ പേരിട്ടപ്പോ. സവാഷ്, മിടിക്കാണ്, ഭയങ്കര മിടിക്കാണ്. താങ്ക് യു. ഇത് പറഞ്ഞപ്പോ ഇപ്പൊ മുച്ചിങ്ങ പോലെ ഇരുന്ന മുഖം. അല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ആ കണ്ണില്ലാതെ അപ്പൂപ്പൻ തപ്പുന്ന ആ ഭാഗം കണ്ടോ? അങ്ങനെ വന്നു. അത് കണ്ടോ? ശരിക്കും കണ്ടില്ല. നോക്ക് ഒന്നുകൂടാക്കി. സുമതിനെ പോലെ ഇരിക്കും. സുമതി വളവിനകത്തെ സുമതി. ആരാ സുമതി? സുമതി ഒരു പ്രേതമാ. പ്രേതം എന്ന് പറഞ്ഞ എന്താ? പ്രേതം എന്ന് പറഞ്ഞ ഒരു ഗോസ്റ്റ്. 1ാം ക്ലാസ്സിലെ പ്രേതമാണോ 2ാം ഈ ക്ലാസ്സിലെ? ഗോസ്റ്റ് എന്ന് പറഞ്ഞ എന്താന്ന് ചോദിക്കല്ലേ? എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാ ചോദിച്ചത്. എന്റെ ഈശോയെ അപ്പച്ച, എനിക്ക് പഠിപ്പിച്ചു തരൂ. ഗോസ്റ്റ് എന്ന് വെച്ചാ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കും. കണ്ടിട്ടുണ്ടോ? ആ. എവിടെ കണ്ടു? സിനിമയിലല്ലാതെ കണ്ടിട്ടുണ്ടോ? സിനിമയിലല്ലാതെ ഞാൻ ഉറങ്ങുമ്പോ അല്ലാതെ കാണുന്നുണ്ട്. കാണാറുണ്ട്. ഉറങ്ങുമ്പോ ഈ ഗോസ്റ്റ് വരുമോ? സ്വപ്നം പോലെ. സ്വപ്നം പോലെ. അപ്പൊ എങ്ങനെ കണ്ണൊക്കെ എങ്ങനെ ഇരിക്കും? ആണോ? കൊമ്പൊക്കെ ഉണ്ടോ? വലിയ പല്ലൊക്കെ ഉണ്ടോ? വാലുണ്ടോ? വാല് വാല ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. അതാണ് പ്രേതം, അതാണ് ഗോസ്റ്റ്. കണ്ടത് നമ്മുടെ മുത്തശ്ശിയുടെ തൂക്കിട്ടാ എങ്ങനെയുണ്ടെന്ന്? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നേ. പിടിക്കണേ. താങ്ക് യു. ഇതാരാ? ഇവിടെ ഒരു
കൊച്ചു കുഞ്ഞനുണ്ടല്ലോ. എന്റെ അനിയൻ അനിയനാണല്ലേ? അനിയന്റെ പേരെന്താ? ഭയങ്കര വഴക്കാ വീട്ടില്. ഭയങ്കര വഴക്കാണോ? കുറുമ്പനാ? പിന്നല്ലാതെ. നല്ല ഇടിയൊക്കെ തരൂ? ചോദിക്കണ്ട. ആണോ? നല്ല ഇടിക്കോ? പിന്നല്ലാതെ. എന്താ അനിയന്റെ പേര്? ജീവ. എന്റെ പേര് ടെസ. ജീവ ബിജോ, ടെസ ബിജോ. എന്റെ അമ്മയുടെ പേരും താര ബിജോ. എന്റെ പപ്പയുടെ പേര് ബിജോ കുര്യൻ. ക്യാപ്റ്റൻ എങ്ങനെയുണ്ടായിരുന്നു? എന്തൊരു പ്രൊഫഷണൽ പെർഫോമർ ആണ് അവിടെ നിൽക്കുന്നത്. വിത്ത് ആക്ഷൻ. വിത്ത് ആക്ഷൻ. മുത്തശ്ശൻ തപ്പി എന്ന് പറയുമ്പോ ഇങ്ങനെ ഫുൾ ആക്ഷൻ സോങ് ആണ്. താങ്ക് യു. മിടുക്കി കുട്ടിയാണ് നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ. താങ്ക് യു. എനിക്കിപ്പോഴാ മനസ്സിലായത് ഈ പാട്ടില് ഇങ്ങനെയല്ലേ മുടി കെട്ടിയിരിക്കുന്നേ? ബേബി ഷാർലി പോലെ. ഉണ്ണി സംസാരിച്ചോ? സാർ ഇതുവരെ കഴിഞ്ഞിട്ട് സംസാരിക്കാച്ചിട്ടോ. സംസാരിച്ചോ? ടെസമോൾ, എന്തോ ഞാൻ ശരിക്കും ഒരു കംപ്ലീറ്റ് എന്റർടൈനറിനെയാണ് കാണുന്നത് മോള്. എന്താ വെച്ചാ എന്റർടൈനർ, എന്റർടൈനർ. മിടുക്കി എല്ലാം ചെയ്യുന്ന. താങ്ക് യു. അതായത് ഒരു ഫുൾ പാക്കേജ് ആണ് മോള്. എന്തിന്റെ പാക്കേജാ? ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, പിന്നെ ആക്ഷൻസ്. മോള് ഇന്ന് ഓർക്കസ്ട്രേഷൻ എങ്ങനെ കാണിച്ചില്ലെങ്കിൽ അവര് കഷ്ടപ്പെട്ടു പോയനെ. അതെ. എനിക്ക് തോന്നുന്ന ഒരു ഭാവിയിലൊരു ഗംഭീര ആക്ട്രസ് ആയിട്ട് വരുന്നു. യെസ്, താങ്ക് യു. ഇത്രയും ഞങ്ങളെ പഠിപ്പിച്ച ടെസ കുട്ടിക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട്. സർപ്രൈസ് തരട്ടെ? പോരട്ടെ ഒരു മധുരമഴ. അനിയനുള്ളത് എടുത്തോ, അവൻ നോക്കുന്നുണ്ട് അവിടുന്ന്. എടുക്കുന്നുണ്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇത്, ഇവിടെ എങ്ങനെ എണ്ണിപ്പിക്കുക? നിറഞ്ഞില്ലേ പോക്കറ്റ്? ആ സ്ഥിതിക്ക് എഴുന്നേറ്റാലോ? ഓക്കെ, 2 പോക്കറ്റും 2 കൈയും നിറഞ്ഞപ്പോ അതെ, ഓക്കെ അല്ലേ? ഇനി ടാറ്റ, ഞാൻ പിടിച്ചോളാം. പൊക്കോ. ആര്യ ചേച്ചി, ഇനി വരാൻ പോകുന്ന ആളുടെ ഡ്രസ്സ് നമ്മൾ ഒരുപാട് നോക്കിയിരിക്കുന്നതാണ്. കാരണം കുറെ ഫ്രീക്ക് ഡ്രസ്സ് നമ്മൾ കാണാൻ പോകുന്നു. ഷർട്ട്, അതൊക്കെ അങ്ങനെ അച്ഛന്റെ സെലക്ഷനിലെ ഡ്രസ്സുകളും ഇട്ട് ഒരാൾ വരാൻ പോവാണ്. മെലഡി റൗണ്ടിലാണ് ഇപ്രാവശ്യം എത്തുന്നത് നമ്മുടെ സാരംകുട്ടൻ. വെൽക്കം സാരംഗ് ഓൺ സ്റ്റേജ്. ഹായ്. ഹായ്. എടാ, നിന്റെ ഡ്രസ്സ് നോക്കി ഇത്ര ഫ്രീക്കനായിട്ട് വരുന്നോണ്ട് അത് നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ എല്ലാരും. വൺ സ്റ്റൈലാണ്. അതെ, 100 നിറങ്ങളുള്ള ഒരു കൊച്ചു കുട്ടനാണ്. അതെ സാർ. അതല്ലേ സൗരംഗം എന്ന് വിളിക്കണേ? സാരംഗ് ഒരു ഉഗ്രൻ സിംഗർ ആട്ടോ. തകർപ്പൻ സിംഗറാണ്. ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളാണ്. എനിക്കറിയാം. അയ്യോ, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 ജെന്റിൽമാൻ ആണ്. സാരംകുട്ടാ, എന്തോ സാർ? എന്തൊക്കെയാണ് വിശേഷം? വിശേഷം ഒന്നും പറയുന്നില്ലല്ലോ. സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വീട്ടിന്റെ അടുത്ത് ഫുള്ള് ഫ്ലെക്സ് ആണ്. ഫ്ലെക്സ്. എത്ര ഫ്ലെക്സ് ഉണ്ട്? ഒരു 5 ഫ്ലെക്സ്. 5 ഫ്ലെക്സ്. നമുക്ക് എത്ര ഫ്ലെക്സ് കിട്ടിയിട്ടുണ്ടോ കൂട്ടൻ? ഞാൻ ഫ്ലക്സ് ഒന്നും കണ്ടിട്ടേ ഇല്ല. അപ്പൊ സ്കൂളിൽ നിന്ന് എന്ത് പറഞ്ഞു? സ്കൂളിൽ നിന്ന് ഫ്ലെക്സ് വെച്ചോ? സ്കൂളിൽ നിന്ന് ഫ്ലെക്സ് വെച്ചു. ഈ ഫ്ലെക്സിൽ എന്തൊക്കെയാ എഴുതിയിട്ടുള്ളത്? നാടിന്റെ അഭിമാനം, അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ, ഈ നാടിന്റെ പൊന്നോമന പുത്രൻ. അങ്ങനെ അതുണ്ട് അല്ലേ? നമ്മുടെ ഓമന. അല്ല, അതൊക്കെ വേണം. കാരണം അത്രയും ബൂസ്റ്റ് ആണ് ഇവർക്കൊക്കെ. അതാണ് ഈ പ്ലാറ്റ്ഫോം. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലോകമെമ്പാടും എത്തുകയും എല്ലാവരും കേൾക്കുകയും എല്ലാവരും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ടോപ്പ് സിംഗർ ഇസ് ഓൾവേസ് ക്ലാസ്. യെസ്, മാത്രമല്ല ഒരു ഫ്യൂ സോങ്സ് കൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാവുന്ന പ്രോഗ്രസ് ഇസ് മൈൻഡ് ബ്ലോയിങ്. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ പാട്ടിലേക്ക് പോവാം അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. എന്താ പാടുന്നേ? ഡീറ്റെയിൽസ് എല്ലാം. മെലഡി റൗണ്ടിൽ കളിവീടുറങ്ങിയല്ലോ, ബ്യൂട്ടിഫുൾ സോങ്. ദേശാടനം സിനിമ, വർഷം 1996. പിന്നെ മ്യൂസിക്കും ലിറിക്സും കൈതപ്രം സാർ. പിന്നെ പാടിയത് യേശുദാസ് സാർ. വെരി നൈസ്. തകർക്കണേ, നന്നായിട്ട് പാടണേ. അതെ, താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒറിജിനൽ ശ്രുതിയാണോ മോളെ പാടണേ? അല്ല, മാറ്റിയിട്ടല്ലേ? മാറ്റിയിട്ട്.
കളിവാക്കുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഇനിയെന്നു കാണുമെന്നായി പിടഞ്ഞു പോയി എന്റെ ഇടനെഞ്ചിലോർമ്മകൾ തുളുമ്പിപ്പോയി ഇനിയെന്നു കാണുമെന്നായി പിടഞ്ഞു പോയി എന്റെ ഇടനെഞ്ചിലോർമ്മകൾ തുളുമ്പിപ്പോയി എത്രയായാലുമെൻ ഉണ്ണിയല്ലേ അവൻ വിലപിടിയാത്തൊരൻ നിധിയല്ലേ എന്റെ പുണ്യമല്ലേ കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്കു കാണുവാനെ ആത്മാവു തേങ്ങുന്നല്ലോ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ അറിയില്ല നിങ്ങൾക്കെന്തേ അടങ്ങാത്ത ജന്മദുഃഖം കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ആഹാ ബ്യൂട്ടിഫുൾ സാരംകൂടാ എന്താ സാർ? മനോഹരം. താങ്ക് യു സാർ. എത്രയായാലും നീ നമ്മുടെ ഉണ്ണിയല്ലേടാ, അതെ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ നിധിയല്ലേടാ നീ എന്ന് പറയാനായിട്ട് തോന്നുക ഈ പാട്ട് കേൾക്കുമ്പോൾ. ഓ. ഒരൊറ്റ കാര്യം മാത്രമാണ് അതെ. ആ ഫുൾ പെർഫെക്ഷൻ നമുക്ക് കുറച്ച് മാറിപ്പോകുന്ന കാര്യം. അതെ. അത് നിനക്കും എനിക്കും അറിയാം. തോന്നി. അതാ ബേസ് നോട്ടാണ്. അതെ അതെ സാർ. അത് പാവം. ഞാനിങ്ങനെ ഈ പാട്ടിന്റെ സെലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കണ മേലില് അതുകൊണ്ട്. നല്ല റേഞ്ച് ഉണ്ട്. അതുകൊണ്ട് അപ്പൊ അത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇനി ശ്രുതി കൂട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടാണ്ടാവും. അത് കിട്ടില്ല. അപ്പൊ ഇത് കിട്ടും. ഇത് കിട്ടുമ്പോൾ അത് കിട്ടില്ല, അത് കിട്ടുമ്പോൾ ഇത് ഇത് കിട്ടില്ല, കിട്ടില്ല. അല്ലേ? അപ്പൊ അത് സാരില്ല. താങ്ക് അത് കണ്ണടച്ചു. ഒരു സി ഷാർപ്പ് ഇടാമോ? കളിവീടുറങ്ങ കളിവീടുറങ്ങിയല്ലോ ആ. കളിവാക്കുറങ്ങിയല്ലോ. ഓക്കെ, നമുക്ക് ഇനി ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. സിക്ക് പാടാം. കളിവീടുറങ്ങ കളിവീടുറങ്ങിയല്ലോ. അത് ഒപ്പിക്കാം അല്ലേ? Yes. കുറച്ചും കൂടെ ബെറ്റർ ആണല്ലേ ആ ബി എക്കാളും? അതെ. ആ ഓക്കെ. അപ്പൊ മേളില് എങ്ങനെ വരും? എത്രയായാലും എത്രയായാലുമെൻ ഉണ്ണിയല്ലേ അവൻ വിലപിടിയാത്തൊരൻ നിധിയല്ലേ എന്റെ പുണ്യമല്ലേ. ആഹാ. ആ ഇത് കുറച്ചും കൂടെ നല്ല സൗണ്ടിങ് ആണേ. ഓ. പക്ഷെ സ്ട്രീം വരും. അതെ സാർ. കിട്ടിയാ കിട്ടി, പോയാ പോയി എന്ന് പറഞ്ഞ പോലെ വരും അല്ലേ? അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ പാട്ടിന്റെ റേഞ്ച് നിൽക്കണത്. അതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാവുന്നത്. ഓ. ചില ഇടങ്ങളൊക്കെ അയ്യോ സാധ്യമായിട്ട് പാടും. ഇവിടെ അസാധ്യമാണ്. Yes. അസാധ്യം. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ പോലെ ഭാവമുണ്ടായി. ഭാവം ശരിക്ക് ജന്മം കൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു നമ്മൾ ചില ആൾക്കാരൊക്കെ പറയൂലേ രക്തത്തിൽ അലിഞ്ഞ സംഗീതം എന്നൊക്കെ പറയൂലേ, ഓ. ആ രീതിയിലാണ് അവന്റെ. താങ്ക് യു അപ്പൊ സാർ. അതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ പാടാനായിട്ട് പറ്റുന്നത്. ചില ഏരിയകൾ എന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്കെന്റെ
എൻ്റെ എന്നുള്ളതിൽ കൊടുത്ത ആ ഒരു മോഡുലേഷൻ ഉണ്ട്, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ തുളുമ്പിപ്പോയി, അതുപോലെ ചിരിക്കുന്ന പൂക്കളെ അവസാനം ഒരു സംഗതി പാടിയില്ലേ? ചിരിക്കുന്ന പൂക്കളെ ആ അറിയില്ല നിങ്ങൾ. അറിയില്ല. അത് എല്ലാം അതെല്ലാം ഭാവം ബ്യൂട്ടിഫുൾ ആയിരുന്നു മോനെ. താങ്ക് യു സാർ. ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നീ പാടിക്കളഞ്ഞു. അതാണ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ചിലത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളൊരു സൈലൻസിലേക്ക് പോകും. അതാണ് മ്യൂസിക്കിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്നുള്ളത്. കൈതപ്രം സാറിന്റെ ഒരു ഉഗ്രൻ പാട്ടാണ്, അദ്ദേഹം തന്നെ എഴുതി സംഗീതം ചെയ്തതാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പൊ ഇനി പാട്ടിന്റെ സെലക്ഷനിൽ അങ്കിൾ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിന്റെ റേഞ്ചിന് നീ കളിക്കുക. പിന്നെ സാരംകുട്ടന്റെ വലിയൊരു ഭാഗ്യം എന്തെന്നറിയോ? ഇതിൽ ഓർക്കസ്ട്രയില് നമ്മുടെ ശശിജി, അദ്ദേഹം ഒറിജിനൽ സോങ്ങിൽ വായിച്ച ആളാണ്. അതുപോലെ മണികണ്ഠൻജി വയലിനില്, അദ്ദേഹം ഒറിജിനൽ വായിച്ചതാണ്. കോഴിക്കോട് മ്യൂസിക് സിറ്റിയിൽ റെക്കോർഡ് ചെയ്തതാണ്. ഒരുപാട് പാട്ടുകൾ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹരിമുരളിയിലൊക്കെ അവിടെ റെക്കോർഡ് ചെയ്തല്ലേ? അതാണ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് കൺമഷി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചക്കരമാവിൻ മുന്തിരിക്കുയിലല്ലേ, ആ പാട്ടൊക്കെ അവിടെ റെക്കോർഡ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നീ ഭാഗ്യവാനാടാ. ഭയങ്കരമായി ഇഷ്ടമായി. ഈ ഇത്രയും വയസ്സുള്ള ഒരു കുട്ടി ഇതിലും മീതെ നന്നായിട്ട് പാടാൻ പറ്റില്ല, അത്രയും ഭംഗിയായിട്ട് പാടി. പിന്നെ ബേസ് നോട്ട്, ബേസ് രജിസ്റ്റർ മോന് ചെറിയ പയ്യനല്ലേ, അത് കിട്ടാൻ പ്രയാസമാണ്. പിന്നെ അത് മാത്രമല്ല ഏറ്റവും ഹൈ നോട്ട് ടച്ച് ചെയ്തിട്ട് പിന്നെ വരുന്ന സമയത്ത് അത് സ്ട്രെയിൻ ആവും. ആൻഡ് യു ആർ എൻ ഇൻക്രെഡിബിൾ സിംഗർ. അതൊരു സംശയമില്ല. ഈ പ്രായത്തില് അല്ലേ, ശരിക്കും ഭയങ്കര അതിശയമാണ് ഇങ്ങനെയൊക്കെ പാടുന്നത്. അത് ലിറിക്സ് മനസ്സിലാക്കി, അതിന്റെ ഡെപ്ത് മനസ്സിലാക്കി, ഹാറ്റ്സ് ഓഫ് ടു യു. പിന്നെ ലിറിക്സ് പറയുന്നതിലുള്ള ഭംഗി, നോട്ട്സ് ടച്ച് ചെയ്യുന്നതിലുള്ള ഭംഗി എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവൻ പാടുന്നത്. എക്സലന്റ് മോനെ. ഇനിയും അടുത്ത റൗണ്ടിലൊക്കെ ഇതിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആൻഡ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ മോന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതി ഫിക്സ് ചെയ്തോളൂ കേട്ടോ. ദാസേട്ടൻ്റെ ഒക്കെ ആ വോയിസിന്റെ ഡെപ്തും ഒന്നും ചെറിയ മോനായ പറ്റില്ല, പക്ഷേ അതിന്റെ ആ കണ്ടന്റ് അത്ര ഭംഗിയായിട്ട് മോൻ കൊടുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഒരു കാര്യം ഞാനങ്ങ് വിട്ടുപോയി. എന്താ വെച്ചാൽ നിനക്കൊരു ഹഗ് തരണം എന്നുണ്ടായിരുന്നു. ആ ഹമ്മിങ്ങിന് അവിടെ നീ 100-ൽ 200 അടിച്ചിടേ. നമ്മുടെ ക്യാപ്റ്റൻ കമന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ, നീയാണ് ഇന്നത്തെ പെർഫോമർ. അതും കൂടെ മേടിച്ചിട്ട് പോയാൽ മതി. ഇങ്ങോട്ട് വാ. സാരംകുട്ട, ഇതും എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്, എൻ്റെ അച്ഛൻ്റെയും ഫേവറേറ്റ് പാട്ടാണ്. ഞാൻ ജനിച്ച സമയത്ത് അച്ഛന് വളരെ ലേറ്റ് ആവും വീട്ടിലെത്താൻ. അപ്പോൾ അച്ഛൻ പറയും ഇങ്ങനെ, ഞാൻ ആ സമയത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയും. അപ്പോൾ അച്ഛൻ ഈ പാട്ട് ആണ് ഓർമ്മ വരിക. കളി വീട് ഉറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അപ്പം അച്ഛനും ഞാനും എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ടും കൂടിയാണ്. ആൻഡ് സാരംകുട്ട എന്ത് രസത്തിലാണ് പാടുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട് സാരംകുട്ട. എനിക്ക് ഭയങ്കര പ്രൗഡാവുകയാണ്. നല്ല പാട്ട് സാരംകുട്ട, മറക്കല്ലേ മറക്കല്ലേ, വരിയൊന്നും മറക്കല്ലേ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു, മറന്നില്ല. ഭയങ്കര രസമായിട്ട് പാടുകയും ചെയ്തു. ഭയങ്കര പ്രൗഡാ സാരംകുട്ട. എന്ത് അടിപൊളി സിംഗറാണ് കേട്ടോ. യു ആർ എ ബ്യൂട്ടിഫുൾ സിംഗർ. യു ഹാവ് ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ അഹെഡ്. മിടുക്കൻ. അച്ഛന്റെ അലിയ, അതായത് അപ്പാപ്പൻ എന്ന് അറിയൂ. പാപ്പൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ തന്നെ. ഞാനും ഒരു വാച്ച് തരും. അപ്പൊ മാർക്ക് വേണ്ടേ സാരംകുട്ട? ഇവിടുന്ന് കേൾക്കണോ അവിടുന്ന് കേൾക്കണോ? അവിടുന്ന് കേൾക്കണ്ടേ? ഓടി രക്ഷപ്പെടുകയാണോ? അല്ലേ? അല്ല, പോരെ വാ. Today you are going to be awarded, Sarangutta, you are going to be awarded 99 out of 100. Thank you sir. Thank you. ഹാപ്പി അല്ലേടാ? ഹാപ്പി ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. All the best. Thank you. ടാറ്റാ, ഗുഡ് നൈറ്റ്. ആ പല്ല് തേക്കാം. 2 നേരം. 2 നേരം പല്ല് റെഡിയാവാ. സംസാരിച്ചു തുടങ്ങി കേട്ടോ. ആര്യ ചേച്ചി, നമ്മളൊരു ഗുഡ് ഹാബിറ്റിനെ പറ്റി സംസാരിക്കാൻ പോവാണ്. എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഗുഡ് ഹാബിറ്റ് ആണ്. എന്താണത്? ബ്രഷ് ബിഫോർ ബെഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ തൊട്ട് കൃത്യമായിട്ട് ചെയ്യും അല്ലേ? കൃത്യമായി ചെയ്യും, ചെയ്തിരിക്കും. വാക്ക്
അങ്ങനെ ഒരുപാട് കുട്ടിത്താരങ്ങളെയും വലിയ താരങ്ങളുടെയും ഒക്കെ പാട്ട് നമ്മൾ കേട്ടു, ഒത്തിരി വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം ഇതേ സമയം നമ്മൾ വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.